നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കയെ പിടിച്ചുലച്ച ഭാഗിക ഭരണസ്തംഭനം അവസാനിച്ചു. ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായുള്ള നിർണായക ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. സെനറ്റും പ്രതിനിധി സഭയും പാസാക്കിയ ബില്ലിലാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്. വൈറ്റ് ഹൗസിൽ വെച്ചാണ് ട്രംപ് ബില്ലിൽ ഒപ്പിട്ടത്. അമേരിക്കയിലെ ഭരണസ്തംഭനമൊഴിയുന്നു. ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഭരണകൂടത്തെ നിശ്ചലമാക്കിയ ഭാഗികമായ ഗവൺമെന്റ് ഷട്ട്ഡൌൺ അവസാനിച്ചു. ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഇതോടെ അന്ത്യമായിരിക്കുകയാണ്. ബജറ്റ് വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പഴയപടിയാകും. സെനറ്റും പ്രതിനിധി സഭയും ഐകകണ്ഠേന പാസാക്കിയ ബില്ല് പ്രസിഡന്റ് അംഗീകരിച്ചതോടെ ഫെഡറൽ ജീവനക്കാരുടെ മുടങ്ങിക്കിടന്ന ശമ്പളം വിതരണം ചെയ്യാനുള്ള തടസ്സങ്ങൾ നീങ്ങി. ഭരണസ്തംഭനം നീണ്ടുപോയത് ദേശീയ സുരക്ഷയെയും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനയും ബാധിക്കുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. ട്രംപിന്റെ ഈ നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ആശ്വാസകരമാണ്. പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളുമായ കടുത്ത ചർച്ചകൾക്കൊടുവിലാണ് രാജ്യം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നത്. പ്രാർത്ഥനയാണ് അമേരിക്കയുടെ സൂപ്പർ പവറെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെയ് 17 അമേരിക്കയെ ദൈവത്തിന് കീഴിൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ പുനഃപ്രതിഷ്ഠ നടത്തുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയുടെ 250-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് രാഷ്ട്രത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നത്. അമേരിക്കയുടെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് അമേരിക്കയെ ദൈവത്തിന് കീഴിൽ ഒരു രാഷ്ട്രമായി പുനർനിർമ്മിക്കാനുള്ള പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5 നടന്ന നാഷണൽ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റിനിടെയാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഒരു മഹത്തായ രാഷ്ട്രമാകാൻ നമുക്ക് മതവും വിശ്വാസവും ദൈവവും ഉണ്ടായിരിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. ഈ ചരിത്ര വർഷത്തിൽ ദൈവത്തിന് കീഴിലുള്ള ഒരു രാഷ്ട്രമായി അമേരിക്കയെ സമർപ്പിക്കാനുള്ള തന്റെ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്ത പ്രസിഡന്റ് മെയ് 17 നാഷണൽ മാളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുമെന്നും അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള അമേരിക്കക്കാരെ നാഷണൽ മാളിൽ പ്രാർത്ഥിക്കാനും നന്ദി പറയാനും ദൈവത്തിന് കീഴിലുള്ള ഒരു രാഷ്ട്രമായി അമേരിക്കയെ സമർപ്പിക്കാനും ട്രംപ് ക്ഷണിച്ചു. രാജ്യത്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു പുനരുജ്ജീവനം കാണുന്നുണ്ടെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. 2025 പരിശുദ്ധ ബൈബിളിന്റെ വിൽപ്പനയിലെ വർധനവും വിശ്വാസപരമായ പരിപാടികളിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുടെ എണ്ണത്തിലെ വർധനവും അദ്ദേഹം എടുത്തു കാണിച്ചു. പ്രാർത്ഥന ശക്തിപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു, സംരക്ഷണം നൽകുന്നുവെന്നും പറഞ്ഞ പ്രസിഡന്റ് പ്രാർത്ഥനയാണ് അമേരിക്കയുടെ സൂപ്പർ പവറെന്നും ഉറക്കെ പ്രഖ്യാപിച്ചു. ട്രംപ് ഭരണകൂടം പൊതുവിദ്യാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കുള്ള അവകാശം സംരക്ഷിക്കുന്നതിനായി പുതിയ മാർഗനിർദ്ദേശം ഔദ്യോഗികമായി പുറത്തിറക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ചില പ്രമുഖ രാഷ്ട്രീയക്കാർ ദൈവമെന്ന വാക്ക് ഉച്ചരിക്കാൻ വിസമ്മതിക്കുന്നുവെന്നും അവർ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ താനത് പറയുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. നമുക്ക് ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള പവിത്രമായ അവകാശങ്ങൾ നൽകിയിരിക്കുന്നത് ഗവൺമെന്റ് അല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റുപറഞ്ഞു. തുടർന്ന് അന്നേ ദിനത്തിലെ കാര്യപരിപാടികളെക്കുറിച്ച് ഫ്രീഡം 250 ഗ്രൂപ്പ് വിശദീകരിച്ചു. യൂണിയനിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ ചേർന്ന് അമേരിക്കയ്ക്കായി ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കും. അടുത്ത 250 വർഷത്തേക്ക് ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് ദൈവത്തിന് കീഴിലുള്ള ഒരു രാഷ്ട്രമായി അമേരിക്കയെ സമർപ്പിക്കും. അന്നേ ദിവസം അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ പരിപാടികളിലും ദൈവം അമേരിക്കയെ എപ്രകാരം ശക്തിപ്പെടുത്തിയെന്നും അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തിയെന്നുമുള്ള സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടും. ദൈവിക ഇടപെടലിന് വേദിയായ ആളുകളെയും ജീവിതങ്ങളെയും അനുസ്മരിക്കും. അന്നേ ദിവസം അവർണ്ണനീയമായ ഒരു ദേശീയ ദിനത്തിന്റെ നിമിഷങ്ങളായി മാറുമെന്നും ഫ്രീഡം 250 ഗ്രൂപ്പ് പങ്കുവച്ചു. ആഗോളതലത്തിൽ ഏറ്റവും സ്വീകാര്യനായ ലോക നേതാവായി ലയോ 14 പാപ്പ. ഗാലപ്പ് ഇന്റർനാഷണൽ നടത്തിയ പോൾ സർവേയിലാണ് കണ്ടെത്തൽ. സംഭാഷണങ്ങൾക്കും സമാധാനത്തിനും ലയോ 14 പാപ്പ നൽകുന്ന ഊന്നൽ കത്തോലിക്ക സമൂഹങ്ങൾക്കപ്പുറം പാപ്പയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധർ. ഗാലപ്പ് ഇന്റർനാഷണൽ എൻഡ് ഓഫ് ഇയർ സർവേയിൽ ആഗോളതലത്തിൽ ഏറ്റവും സ്വീകാര്യരായ ലോക നേതാക്കന്മാരുടെ പട്ടികയിൽ ലയോ 14 പാപ്പ ഒന്നാമത്. ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ ലോക നേതാവായി ലയോ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. സംഘർഷം, ധ്രുവീകരണം, പ്രത്യയശാസ്ത്രപരമായ വെല്ലുവിളികൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു യുഗത്തിൽ ലോകമെമ്പാടും സ്വീകാര്യത നേടിയ ഒരേയൊരു സമകാലിക ലോക നേതാവായി പാപ്പ ഉയർന്നുവന്നു. ഏറ്റവും പഴക്കമേറിയതും സമഗ്രവുമായ ആഗോള പോൾ സർവേയിലൊന്നായ EOY സർവേ ഒന്നിലധികം മേഖലകളിലെ പ്രമുഖ രാഷ്ട്രീയ, ആത്മീയ, സാംസ്കാരിക വ്യക്തികളോടുള്ള പൊതുജനങ്ങളുടെ മനോഭാവം അളക്കുന്നു. പല രാഷ്ട്രീയ നേതാക്കളും വളരെ വിഭജിതമായ അഭിപ്രായ റേറ്റിംഗുകൾ ഏറ്റുവാങ്ങിയപ്പോൾ ലയോ 14 പാപ്പ ആഗോളതലത്തിൽ വേറിട്ട് നിൽക്കുന്നു. സമാധാനം, മാനുഷിക അന്തസ്സ്, ധാർമ്മിക നേതൃത്വം എന്നിവയിലുള്ള പാപ്പയുടെ നിലപാടുകൾ അന്താരാഷ്ട്ര തലത്തിൽ നേടിയ സ്വീകാര്യത ഇത് പ്രതിഫലിപ്പിക്കുന്നു. കാരുണ്യം, ഐക്യം, സംവാദം എന്നിവയെക്കുറിച്ചുള്ള പാപ്പയുടെ സന്ദേശങ്ങൾ കേവലം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
ശക്തമായി പ്രതിധ്വനിക്കുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നു. സാംസ്കാരികവും ദേശീയവുമായ അതിർവരമ്പുകൾക്കപ്പുറം ഇത് ജനഹൃദയങ്ങളെ ആകർഷിക്കുന്നുവെന്നും നിരീക്ഷകർ പറയുന്നു. സംഭാഷണങ്ങൾക്കും സമാധാനത്തിനും മാർപ്പാപ്പ നൽകുന്ന ഊന്നൽ കത്തോലിക്ക സമൂഹങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സ്വീകാര്യതയ്ക്ക് കാരണമാകുന്നുവെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ലിയോ 14 മാർപ്പാപ്പയുടെ ഫെബ്രുവരി മുതൽ ഏപ്രിൽ ആദ്യവാരം വരെയുള്ള തിരുക്കർമ്മങ്ങളുടെ ഔദ്യോഗിക പട്ടിക വത്തിക്കാൻ പുറത്തുവിട്ടു. വലിയ നോമ്പിന്റെ തുടക്കവും വിശുദ്ധവാരവും ഉൾപ്പെടുന്ന ഈ കാലയളവിൽ റോമിലെ വിവിധ ഇടവകൾ സന്ദർശിക്കാനും മാർപ്പാപ്പ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് വത്തിക്കാൻ അറിയിച്ചത്. ലയോ 14 മാർപ്പാപ്പയുടെ ഫെബ്രുവരി മുതൽ ഏപ്രിൽ ആദ്യവാരം വരെയുള്ള തിരുക്കർമ്മങ്ങളുടെ ഔദ്യോഗിക പട്ടികയാണ് വത്തിക്കാൻ പുറത്തുവിട്ടത്. അതേസമയം വലിയ നോമ്പിന്റെ കാലയളവിൽ റോമിലെ വിവിധ ഇടവകകൾ സന്ദർശിക്കുവാനും മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വത്തിക്കാൻ അറിയിച്ചു. ഫെബ്രുവരി 18 വിഭൂതി ബുധൻ സെന്റ് ആൻസൽമോ പള്ളിയിൽ വിഭൂതിയുടെ തിരുക്കർമ്മങ്ങൾക്ക് മാർപ്പാപ്പ നേതൃത്വം നൽകും. തുടർന്ന് സെന്റ് സബീന ബസിലിക്കായിൽ വിശുദ്ധ കുർബാനയും വിഭൂതിയിലെ ഭസ്മം പൂശലും നടത്തും. ഫെബ്രുവരി 22 മുതൽ 27 വരെയുള്ള ദിനങ്ങളിൽ മാർപ്പാപ്പയുടെ റോമൻ ക്യൂരിയായുടെയും വാർഷിക ധ്യാനം അപ്പസ്തോലിക് പാലസിൽ വെച്ച് നടത്തപ്പെടും. മാർച്ച് 1, 8, 15 തീയതികളിൽ റോമിലെ വിവിധ ഇടവകകളിൽ മാർപ്പാപ്പ സന്ദർശനം നടത്തുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും. ഏപ്രിൽ 2 മുതൽ 5 വരെയുള്ള വിശുദ്ധവാരം ദിനങ്ങളിൽ പെസഹ വ്യാഴം രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ തൈലാഭിഷേക കുർബാനയും വൈകുന്നേരം സെന്റ് ജോൺ ലാട്രൻ ബസിലിക്കായിൽ പാദം കഴുകൽ ശുശ്രൂഷയും നടക്കും. ദുഃഖവെള്ളി വൈകുന്നേരം 5 മണിക്ക് പീഠാനുഭവ സ്മരണയും രാത്രി 9:15 കൊളോസിയത്തിൽ കുരിശിന് വഴി നടക്കും. ഈസ്റ്റർ ഞായർ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലായിരിക്കും നടത്തപ്പെടുക. അവിടെ തന്നെയായിരിക്കും വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നത്. തുടർന്ന് മാർപ്പാപ്പയുടെ ഈസ്റ്റർ സന്ദേശവും ഉർബി എത് ഒർബി ആശീർവാദവും നൽകും. ക്രിസ്ത്യൻ സമൂഹത്തെ നിരന്തരമായി കൊന്നൊടുക്കുകയും തട്ടിക്കൊണ്ടുപോയി വിലപേശുകയും ചെയ്യുന്ന നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭീഷണിയെ നേരിടാൻ അമേരിക്കൻ സൈന്യം സർവ്വസന്നാഹവുമായി നൈജീരിയയിലെത്തിയതായി റിപ്പോർട്ട്. നൈജീരിയൻ സൈന്യത്തോടൊപ്പം ചേർന്നായിരിക്കും പ്രവർത്തനമെന്നും പശ്ചിമാഫ്രിക്കയിലെ തീവ്രവാദ ഭീഷണിയെ ചെറുക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചതിനെ തുടർന്നാണ് US സംഘത്തെ അയച്ചതെന്നും സൈനിക മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രിസ്ത്യൻ സമൂഹത്തെ നിരന്തരമായി ക്രൂരമായി കൊന്നൊടുക്കുകയും തട്ടിക്കൊണ്ടുപോയി വിലപേശുകയും ചെയ്യുന്ന നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭീഷണിയെ നേരിടാൻ അമേരിക്കൻ സൈന്യം സർവ്വസന്നാഹവുമായി നൈജീരിയയിലെത്തി. തുടർച്ചയായ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിന് പിന്നാലെ ക്രിസ്തുമസ് ദിനത്തിൽ അമേരിക്ക നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം കരയിലൂടെയുള്ള സൈനിക നീക്കത്തിനായുള്ള US സേനയുടെ ആദ്യ നടപടിയാണിതെന്ന് US ആഫ്രിക്കൻ കമാൻഡിന്റെ ചുമതലയുള്ള സൈനിക മേധാവി പറഞ്ഞു. നൈജീരിയൻ സൈന്യത്തോടൊപ്പം ചേർന്നായിരിക്കും പ്രവർത്തനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബറിൽ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ലക്ഷ്യങ്ങളിൽ വ്യോമാക്രമണം നടത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതിനെ തുടർന്ന് കനത്ത തിരിച്ചടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നേരിടേണ്ടി വന്നത്. തുടർന്ന് രാജ്യത്ത് കൂടുതൽ US സൈനിക നടപടി ഉണ്ടായേക്കാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. നവംബർ അവസാനം മുതൽ ഘാനയിൽ നിന്ന് US നൈജീരിയയ്ക്ക് മുകളിലൂടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പശ്ചിമാഫ്രിക്കയിലെ തീവ്രവാദ ഭീഷണിയെ ചെറുക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചതിനെ തുടർന്നാണ് US സംഘത്തെ അയച്ചതെന്ന് സൈനിക മേധാവി പറഞ്ഞു. വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിൽ പശ്ചിമാഫ്രിക്കൻ രാഷ്ട്രമായി നൈജീരിയ പരാജയപ്പെട്ടുവെന്ന് പ്രസിഡന്റ് ട്രംപ് ആരോപിച്ചതിനെ തുടർന്ന് നടപടിയെടുക്കാൻ അമേരിക്കയിൽ നിന്ന് നൈജീരിയയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായ അഡേല ബ്രൈസിന്റെ നാമകരണ നടപടികൾക്ക് തുടക്കമായി. കത്തോലിക്ക സഭ അംഗീകരിച്ച US-ലെ ഏക മരിയൻ പ്രത്യക്ഷീകരണമാണ് അഡേല ബ്രൈസിൻ്റേത്. കുഞ്ഞുങ്ങളെ വിശ്വാസം പരിശീലിപ്പിക്കുക എന്ന മാതാവിന്റെ നിർദ്ദേശം ശിരസ വഹിച്ച അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സാധാരണ യുവതിയായിരുന്നു അഡേല. കത്തോലിക്ക സഭ അംഗീകരിച്ച US-ലെ ഏക മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായ അഡലെ ബ്രൈസിന്റെ നാമകരണ നടപടികൾക്ക് തുടക്കമായി. ജനുവരി 30 വിസ്കോൺസിലെ സെന്റ് ഫ്രാൻസിസ് സേവ്യർ കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡേവിഡ് റിക്കൻ ഇത് സംബന്ധിച്ച ഡിക്രി പുറപ്പെടുവിച്ചു. 1831 ബെൽജിയത്തിൽ ജനിച്ച് പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറിയ അഡലെ ബ്രൈസ് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സാധാരണ യുവതിയായിരുന്നു. 1859 വിസ്കോൺസിലെ വനപ്രദേശത്ത് വെച്ചാണ് പരിശുദ്ധ മറിയം ആദ്യമായി അഡലയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. കുട്ടികളെ വിശ്വാസം പഠിപ്പിക്കണമെന്ന മാതാവിന്റെ നിർദ്ദേശം ശിരസ വഹിച്ച അഡലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അവഗണിച്ച് കാൽനടയായി സഞ്ചരിച്ച് ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് കുട്ടികളെ വേദപാഠം അഭ്യസിപ്പിച്ചു. ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയും 100 കണക്കിന് മനുഷ്യരെയും ദഹിപ്പിച്ച 1871 വിനാശകരമായ കാട്ടുതീ അഡലെ താമസിച്ചിരുന്ന പ്രദേശത്തും ഭീഷണി ഉയർത്തി. ഗ്രേറ്റ് പ്രോസ്റ്റിഗോ ഫയർ എന്ന ഈ കാട്ടുതീ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ കാട്ടുതീയായി കരുതപ്പെടുന്നു. ചുറ്റുമുള്ള ഭൂമി കത്തിയമർന്നപ്പോഴും അഡലെയും വിശ്വാസികളും പ്രാർത്ഥനയോടെ അഭയം പ്രാപിച്ച ചാപ്പലും വിദ്യാലയവും മാത്രം
തീയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പ്രാർത്ഥന നടന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള വേലി വരെ അഗ്നി വിഴുങ്ങിയെങ്കിലും ചാപ്പലിനുള്ളിലേക്ക് തീ പടർന്നില്ല എന്നത് ഇന്നും വിശ്വാസികൾക്കിടയിൽ വലിയ അത്ഭുതമാണ്. 1896 ജൂലൈ 5 അഡലീസ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് സ്ഥാപിതമായ അവർ ലേഡി ഓഫ് ചാമ്പ്യൻ തീർത്ഥാടന ദേവാലയം 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ കഴിഞ്ഞ വർഷം സന്ദർശിച്ചു. കുഞ്ഞുങ്ങളെ വിശ്വാസം പരിശീലിപ്പിക്കുവാൻ പരിശുദ്ധമറിയ നിയോഗിച്ച അഡലേത്തിന്റെ ദൗത്യം ഇന്നും തുടരുന്നുവെന്ന് ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കാനെത്തുന്ന കുട്ടികളുടെയും കുടുംബങ്ങളുടെയും നീണ്ട നിര വ്യക്തമാക്കുന്നു. ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നതിനിടെ യുഎസുമായുള്ള റഷ്യയുടെ ആണവായുധ കരാറായ ന്യൂ സ്റ്റാർട്ട് കരാറിന്റെ കാലാവധി അവസാനിച്ചു. ഇരു കക്ഷികൾക്കും വിന്യസിക്കാവുന്ന തന്ത്രപ്രധാനമായ ആണവായുധങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന കരാറാണിത്. ഇനി നിയന്ത്രണങ്ങളില്ലാതെ ഏത് ആണവായുധവും വിന്യസിക്കാൻ യുഎസിനും റഷ്യയ്ക്കും കഴിയും. അതേസമയം പുതിയ ആണവ കരാറിന് ആവശ്യമായ നടപടികൾ തുടങ്ങാൻ ട്രംപ് ഉത്തരവിറക്കുകയും ചെയ്തു. അമേരിക്കയും റഷ്യയുമായി ഉണ്ടായിരുന്ന ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചതിനു പിന്നാലെ പുതിയ ആണവ ഉടമ്പടിക്ക് ആഹ്വാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക വ്യക്തമായി ചർച്ച ചെയ്യാത്ത ലംഘിക്കപ്പെട്ട കരാറാണ് ന്യൂ സ്റ്റാർട്ട്. അതിനു പകരമായി പുതിയതും മെച്ചപ്പെട്ടതും ആധുനികവൽക്കരിച്ചതുമായ ഉടമ്പടിക്കായി ആണവ വിദഗ്ധർ സജീവമാകണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. 2010 പ്രാഗിൽ യുഎസും റഷ്യയും ഒപ്പുവെച്ച ന്യൂ സ്റ്റാർട്ട് കരാറിന്റെ കാലാവധി ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് അവസാനിച്ചത്. കരാർ പുതുക്കിയില്ല എങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ സംഭരിക്കാൻ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാകും. ഇത് ആയുധ മത്സരം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. അതേസമയം ചൈനയെയും പുതിയ ആണവ ഉടമ്പടിയുടെ ഭാഗമാക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയെയും യുഎസിനെയും അപേക്ഷിച്ച് കുറവാണെങ്കിലും ചൈനയുടെ ആയുധശേഖരം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. എന്നാൽ ചൈന പരസ്യമായി അമേരിക്കയുടെ സമ്മർദ്ദം നിരസിക്കുകയാണ് ഉണ്ടായത്. കാലിഫോർണിയയിലെ കത്തോലിക്ക സ്കൂളിൽ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ച് കയറുകയും തിരുവോസ്തികൾ പൂജ്യമായി സൂക്ഷിക്കുന്ന സക്രാരി എടുത്ത് നിലത്തെറിയുകയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം ശിരശ്ഛേദം ചെയ്യുകയും സ്കൂൾ പരിസരങ്ങളിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. കാലിഫോർണിയയിലെ ലോങ് ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഹോളി ഇന്നസെന്റ് കാത്തലിക് സ്കൂളിലാണ് അക്രമികളുടെ വിളയാട്ടം നടന്നത്. 2026 ഫെബ്രുവരി 1 അർദ്ധരാത്രിയോടെയാണ് സംഭവം നടന്നത്. കാലിഫോർണിയയിലെ ലോങ് ബീച്ചിൽ പസഫിക് അവന്യൂവിലെ 2500 ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹോളി ഇന്നസെന്റ് സ്കൂളിൽ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറുകയും സ്കൂളും പരിസരവും നശിപ്പിച്ച് നാമവശേഷമാക്കുകയും ചെയ്തു. ഫെബ്രുവരി 2 തീയതി രാവിലെ 7:20 സ്കൂൾ അധികൃതർ രാവിലെയുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിന് ഒരുങ്ങുവാൻ വന്നെത്തിയപ്പോഴായിരുന്നു സംഭവവികാസങ്ങൾ പുറംലോകമറിയുന്നത്. ആരാധന ചാപ്പൽ, ക്ലാസ് റൂമുകൾ, അസംബ്ലി ഹാളുകൾ മുതലായവയിലെല്ലാം ആക്രമികൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. തിരുസ്വരൂപങ്ങൾ തകർക്കുകയും 1958 സ്കൂളിന്റെ ആരംഭം മുതൽ പ്രതിഷ്ഠിച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപത്തിന്റെ തല അക്രമികൾ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു. ഹോളി ഇന്നസെന്റ് സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന ചാപ്പലിലെ സക്രാരി തല്ലിപ്പൊളിക്കുവാൻ ശ്രമിക്കുകയും വാഴ്ത്തപ്പെട്ട ഓസ്തുകൾ അടങ്ങിയിട്ടുള്ള സക്രാരി ആകമാനം നിലത്തേക്ക് എറിയുകയും ചെയ്തു. പ്രാർത്ഥനാ പുസ്തകങ്ങൾ, മറ്റ് വിശുദ്ധ വസ്തുക്കളെല്ലാം തകർക്കുകയും ഇന്റർനെറ്റ് കേബിളുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. ഹോളി ഇന്നസെന്റ് സ്കൂൾ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം ഇത് ആദ്യമാണെന്നും തങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് സാമൂഹ്യ വിരുദ്ധർ നടത്തിയത് എന്നുമായിരുന്നു പ്രദേശവാസികളും സ്കൂൾ അധികൃതരും സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. സംഭവത്തിന് ശേഷം സ്ഥലത്തെ പോലീസ് സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സിവിൽ റൈറ്റ്സ് ഡിവിഷൻ ഫെബ്രുവരി 2 തന്നെ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചിരുന്നു. ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിച്ച് ജനമധ്യത്തിൽ പരസ്യമായി പ്രഘോഷിച്ച ലോറ ഫെർണാണ്ടസ് കോസ്റ്ററിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയും പബ്ലോ സൊബ്രാനോ പാർട്ടിയുടെ പ്രതിനിധിയുമായ ലോറ ഫെർണാണ്ടസ് മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്റ്ററിക്ക ഇനി ഭരിക്കും. ഞായറാഴ്ച നടന്ന കോസ്റ്ററിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് 2ാം റൗണ്ട് ഒഴിവാക്കാൻ ആവശ്യമായ പരിധി മറികടന്ന് ആദ്യ റൗണ്ടിൽ തന്നെ ലോറ വിജയിച്ചത്. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയും കോസ്റ്റാറിക്കയിലെ പ്യൂബ്ലോ സൊബേറാനോ പാർട്ടിയുടെ പ്രതിനിധിയുമായ ലോറ ഫെർണാണ്ടസ് സെൻട്രൽ അമേരിക്കൻ രാജ്യമായ കോസ്റ്റാറിക്കയുടെ പ്രസിഡൻസി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഞായറാഴ്ച നടന്ന കോസ്റ്റാറിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് 2ാം റൗണ്ട് ഒഴിവാക്കാൻ ആവശ്യമായ പരിധി മറികടന്ന് ആദ്യ റൗണ്ടിൽ തന്നെ ലോറ വിജയിച്ചത്. ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയും തന്റെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രഘോഷിച്ചും ശ്രദ്ധ നേടിയ കൺസർവേറ്റീവ് നേതാവാണ് ലോറ ഫെർണാണ്ടസ്. കർത്താവിന് നന്ദി എന്നായിരുന്നു ലോറയുടെ ആദ്യ പ്രതികരണം. മത്സരവും വോട്ടെണ്ണലിൽ നടന്ന ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന ലോറയുടെ ചിത്രം വൈറലായിരുന്നു. താനൊരു കത്തോലിക്ക വിശ്വാസിയാണെന്ന് അഭിമാനത്തോടെ ഫെർണാണ്ടസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മിക്ക എല്ലാ ഞായറാഴ്ചകളിലും കഴിയുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെന്നും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് പകരം യഥാർത്ഥ ഭക്തി കൊണ്ടാണ് താനിത് ചെയ്യുന്നതെന്നും ലോറ പറഞ്ഞിരുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്കും ക്രിസ്തീയതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ലോറ ഫെർണാണ്ടസ് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നത്. വിജയിച്ചതായുള്ള ഫലം പുറത്തുവന്നപ്പോഴും ദൈവമേ നന്ദി, ഇന്ന് അങ്ങയുടെ മുൻപാകെ കീഴടങ്ങി കോസ്റ്റാറിക്കയെ ഞാൻ അങ്ങയുടെ കൈകൾ ഏൽപ്പിക്കുന്നു എന്നതായിരുന്നു അവരുടെ പ്രതികരണം. അയൽക്കാരനോടുള്ള സ്നേഹമെന്ന തത്വം ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം ഉൾപ്പെടെ രാഷ്ട്രീയ തലങ്ങളിലുടനീളം സഹകരണം ആവശ്യപ്പെട്ടായിരുന്നു പിന്നീട്
പിന്നീടുള്ള സന്ദേശവും. 2026 മെയ് 8-നാണ് ലോറ ഫെർണാണ്ടസ് അധികാരമേൽക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ ക്രൂരത തുറന്നുകാട്ടുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഇറാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ മഷ്ഹാദിലെ ഒരു മോർച്ചറിയിൽ പ്രതിഷേധക്കാരുടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ക്രൂരത ടെഹ്റാന്റെ അതിർത്തികൾക്കപ്പുറത്തേക്കും വ്യാപിക്കുന്നു എന്നതിന് തെളിവാണ് ഈ ദൃശ്യങ്ങൾ. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ക്രൂരതകൾ തുറന്നുകാട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇറാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ മഷ്ഹാദിലെ ഒരു മോർച്ചറിയിൽ നൂറുകണക്കിന് പ്രതിഷേധക്കാരുടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങൾ. പലരുടെയും മുഖം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ കഹ്റിസാക്ക് ഫോറൻസിക് മെഡിക്കൽ സെന്ററിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ആരെയും വേദനിപ്പിക്കുന്ന ഈ അവസ്ഥ അന്ന് BBC-യാണ് പുറത്തു കൊണ്ടുവന്നത്. 18 സ്ത്രീകൾ ഉൾപ്പെടെ 326 ഇരകളുടെ മുഖങ്ങളാണ് BBC-ക്ക് ലഭിച്ചത്. പോലീസും സൈന്യവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുമാണ് അവരെ വെടിവെച്ചു കൊന്നത്. ഇസ്ലാമിക ഭരണകൂടം ഭരണവിരുദ്ധ പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്തത് ടെഹ്റാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് മഷ്ഹാദിലെ മോർച്ചറിയിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആളെ തിരിച്ചറിയാതെ മോർച്ചറികളിൽ കൂട്ടിയിട്ട മൃതദേഹങ്ങൾ കാണാതായവരുടെ ബന്ധുക്കളെ കാണിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഉറ്റ ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് പല മൃതദേഹങ്ങളും. ഡിസംബർ 28-നാണ് ഇറാനിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും രൂക്ഷമായപ്പോൾ ടെഹ്റാനിലെ വ്യാപാരികളാണ് കടയടപ്പ് പ്രക്ഷോഭം തുടങ്ങിയത്. തൊട്ടു പിന്നാലെ അത് വ്യാപിച്ചു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി. 31 പ്രവിശ്യകളിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചു. പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചതോടെ 10,000-കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഷെഖേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.